അപ്പോൾ ഈ പോട്ടിൽ നമുക്ക് പോട്ടി മിക്സ് ആഡ് ചെയ്യണം. നമ്മളെ ചെടി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയും വേണം. അപ്പോൾ നമുക്ക് പോട്ടി മിക്സ് ആഡ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ പോട്ടി മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. മണ്ണും മണലും അതുപോലെ തന്നെ കുറച്ച് ഉണക്ക ചാണകപ്പൊടിയും കൂടി ചേർത്തിട്ടുള്ള മിക്സ് ഇതാണ് നമ്മൾ ഇടുന്നത്. നമ്മൾ കുറച്ച് മണ്ണിട്ടിട്ടതിന് ശേഷം ബാക്കി ഭാഗത്തും കൂടി ചെടി വെച്ചിട്ട് മണ്ണിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ പോട്ട് എടുക്കുമ്പോൾ നമുക്ക് ഇതിൽ വേറെ പോട്ട് ഇറക്കി വെച്ചിട്ട് ഇത് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതേ വലുപ്പത്തിലുള്ള പോട്ട് എടുത്തിട്ട് അതിന് ഹോള് വെച്ചിട്ട് ഈ ഒരു പോട്ടിൽ ഇറക്കി വെച്ച് കൊടുത്താലും നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിൽ പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ ഏകദേശം ഇപ്പം പോട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്തെടുത്ത് വെച്ചിട്ടുള്ള പീസാണിത്. അത് നമ്മൾ ഓരോ ലീഫായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കറിയാം എല്ലാ ലീഫിൻ്റെ അടിയിൽ ഇതുപോലെ വേരുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഏത് രീതിയിൽ കട്ട് ചെയ്ത് കൊടുത്താലും നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു ലീഫ് എന്ന രീതിയിൽ ഇത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് വാട്ടർ പ്ലാന്റ് ആയിട്ടും പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ഞാൻ എല്ലാ ലീഫും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ലീഫുകളും ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഓർഡറിൽ വേണം ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ലീഫ് എടുത്തിട്ട് ഇതുപോലെ കുട്ടീൻ്റെ താഴെ വേരുഭാഗം വരുന്ന താഴേക്കുള്ള രീതിയിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ രീതിയിൽ നമ്മളെല്ലാ ലീഫുകളും ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഓരോ ലീഫായിട്ട് കുത്തി കൊടുക്കുന്നുണ്ട്. നമ്മളെ മണ്ണ് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ കുത്തി കൊടുക്കുമ്പോൾ തന്നെ അത് ആഴ്ന്നിറങ്ങിക്കോളും. അപ്പോൾ നമ്മൾ എല്ലാ ലീഫുകളും ഇതുപോലെ കുത്തി കൊടുത്തിട്ടുണ്ട്. ഒരു നല്ലൊരു ഷേപ്പ് കിട്ടുന്ന ലീഫിൽ ആദ്യം വലിയ ലീഫുകളൊക്കെ വെച്ച് കൊടുത്ത് നടുവിലേക്ക് ചെറിയ പീസ് നോക്കിയിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് ദിവസം ഇതൊരു